നീ ആ എലിയല്ലേ എന്റെ കൊച്ചിന് ഇല്ലാതെ നടക്കണ അവള്. നീ ഒരു കേറ്റേക്കറാണോട്, നീ ഒരു കേറ്റേക്കറ. എന്റെ ചെറുക്കനോട് ചെണ്ടാർത്താടി ഇതിലും അവരെ കൊന്നുമല്ല കടലിൽ താത്തറി റാസ്കൽ. എടി അവന് ആ പാവ എട്ടില്ല പൊട്ടില്ല നടക്കണ പൊട്ടൻ ചെറുക്കനെ കൊണ്ട് നീ അവരോട് തൈര് സംഭാരം വിപ്പിച്ച് നടക്കല്ലേടി നീ തള്ളച്ചി. നീ അങ്ങ് നശിച്ചു പോകും, നീ എന്റെ പരമ്പര നശിച്ചു. എടാ നീ എവിടാ? നീ ഞാൻ വരുമ്പോ മാത്രം സ്കൂളിലും അത് കഴിഞ്ഞിട്ട് നീ മറ്റേ കഞ്ചാവ് വിൽക്കാൻ പോണെന്നല്ല അറിഞ്ഞത്. പാട്ട് അഭിനയിക്കല്ലേ നാഗവല്ലിയുടെ മോനെ. എവിടെ ഉണ്ട് നീ? ഇവിടെ എത്ര 2 മിനിറ്റിൽ അല്ലെങ്കിൽ എന്റെ നല്ല ഗുണം മാറ്റല്ല. 2 മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് എണ്ണു 2 മിനിറ്റ്. അതാ തുടങ്ങി ഇവിടെ 59 58. ആ പെട്ടെന്ന് വാ. ഇവിടെ ഞാൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ കട്ട കൂടെ പിടിച്ചോണേ. അതായത് അവൻ ഇച്ചിരി പേടി പറ, അവനൊന്ന് പേടിപ്പിക്കണം. ഹലോ முதுக்கு அந்த ரிப்பேர் பக்கத்துல இருக்கு. ரிப்பேர் பக்கத்துல இருக்கு. ஓகேப்பா. அப்பா ஆசீர்வாதம் பண்ணுப்பா. ஆசீர்வாதம் എഴി മകനെ എഴി എടാ എടാ നിന്റെ ആശീർവാദം നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ എന്നെ കാണുമ്പോ എടാ അങ്ങോട്ട്. அப்பா திரும்பி நின்னு செய்துப்பா. ഇതാര് മുടിയൊക്കെ വെട്ടി അവള്. ഞാൻ മുടിയൊക്കെ കുറച്ച് സ്റ്റൈലാണ് ഞാന്. ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം. ആ ചെറുക്ക എവിടെ? ഡേ ഇങ്ങ വാ, നീ മട്ടു ഇങ്ങ വാ. ഇങ്ങ ഇരി, ഇങ്ങ ഉക്കാറ്. ഞാൻ ഒരു കാര്യം കേക്കറേ, സത്യം മാത്രം ചൊല്ലണം. തപ്പ് എതാവത് സൊന്നിയെ തല അറുത്തിടുവേ. ഞാൻ അറിഞ്ഞ് നീ ഇവിടെ കഞ്ചാവും സംഭാരവും പിന്നെന്താ കാന്താരി സംഭാരവും ഇതൊക്കെയാണല്ലോ നീ ഇവിടെ വിൽപ്പന അറിഞ്ഞു. നീ இல்லப்பா நான் பண்றது இல்லப்பா, விட்டுட்டேன்ப்பா. ஸ்கூல் படிக்கிறேன்ப்பா. இங்க பாரு கோட் சூட் கூட போட்டுருக்கேன் பாரு. அம்மா மாதிரி எனக்கு முடி வளர்ந்துச்சு பாரு. அப்ப நேத்திக்கு ഇന്നലെ ഉന്നെ മറ്റേ ഹെലികോപ്റ്ററിൽ രക്ഷിക്കാൻ വന്ന എതുക്ക്? നീ ആര് കാഞ്ചറടാ മോനെ? എതുക്ക് പോയെ? പൊട്ടക്കടേ സത്താ. அது Dress மாட்டும்போது அவங்க போட்டு കായ പറിക്കല എന്നാ പറിക്കാനടാ പോയത് നീ? அப்ப அங்க வந்து இவருக்கு நம்மளோட எஸ்ஆர்கே மாமா தான் கூப்பிட்டாருன்னு போனேன். എസ്ആർകെ മാമ എന്നെ വിളിച്ച് കൂപ്പിട്ടെ. ഓ അതായത് സൂര്യ ബോസ് വന്ന് മറ്റേ പെരിയ ഇങ്ക സംഭാര പുഷറായിരിക്കുന്നു. സംഭാരം എനിക്ക് பண்ண தெரியாதுப்பா. நான் எதுமே பண்ணல, சத்தியமா சொல்றேன். എടാ സത്യമാ? അപ്പൊ എൻകിட்ட പറയണവരെല്ലാരും കള്ളന്മാരല്ലേ? അപ്പൊ എന്നോട് പറയുന്നവര് കള്ളന്മാരായിരിക്കല്ലേ ഇതിനെ കുറിച്ച്? சத்தியமா சொல்றேன்ப்பா, நான் எதுமே பண்ணலப்பா. അക്കൗണ്ടിൽ എത്ര ഉണ്ടാ? അക്കൗണ്ടിൽ അമൗണ്ട് ഇല്ലപ്പാ. എമൗണ്ട് ഇല്ല, എനിക്കറിയാൻ പറ്റും. നിന്റെ ഫോൺ ഞാൻ എടുക്കും, മനസ്സിലായാ? നിന്റെ ഫോൺ ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെടുത്തിട്ട് അക്കൗണ്ടിൽ നോക്കണോ സത്യം പറയണ? അടാ കള്ള. ശരി ഫോൺ എടു ഉന്നടാ ഫോൺ എടു. തന്നെ എലിയ ഫോൺ ഇങ്ങനെ തന്നാണ്. അയ്യോ കൊച്ചിന്റെ ഫോൺ തരാൻ പറ്റത്തില്ലേ. എടി നീയൊക്കെ എന്റെ കൊച്ചിനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ നിങ്ങൾ വീണ്ടും പഴയതല്ല. ഞാൻ കേസ് കൊടുക്കും കേട്ടോ. ഇത് കേസ് കൊടുത്ത് എടി നിന്നെ അകത്താക്കും. അല്ല ഒറ്റ മിനിറ്റ് എലി ഒരു സെക്കൻഡ് കൈ പോകണ നോക്കണ കയ്യേത്ത് എന്റെ ഫോൺ ഇല്ലല്ലേ? ആണ്ടി വരിക തരാം. ഫാമിലി മാറ്റർ ഇടപെടല്ലേ? സൂര്യ അവന്റെ ഓറഞ്ച് ഫോണ് തരാടാ ചുപ്പാ. പാസ്വേഡ്
ഇപ്പൊ ശരിയായി തരാം. നിന്റെ പാസ്വേഡ് എനിക്ക് അന്ന് ഞാൻ ടൈപ്പ് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ. காசு இல்லப்பா ആ ഞാൻ നോക്കട്ടെ ഇല്ല ഇപ്പൊ ശരിയായി തരാം. നാണമുണ്ട് ഒരു ലേശം ഇല്ലടി ഇല്ല എന്റെ കൊച്ചിങ്ങനെ പിഴച്ചു പോണത് കണ്ടോണ്ടിരിക്കാൻ വയ്യ എനിക്ക്. അവൻ പിഴച്ചുണ്ടാക്കുന്നത് നീ എടുത്തോണ്ട് അതെ ആരെടുത്തോണ്ട് പോണു മന്ദാരം? എന്ത് ഫൂളിഷ്നസ് അവര് സംസാരിക്കുന്നത് മന്ദാരം? 79 കോടി ഈ കള്ളം വന്ന് കട്ടോണ്ട് പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 79 കോടി. ഇത് നല്ലടാ ഈ ചെണ്ടിയുടെ പാസ്വേഡ്. ഇപ്പതാ പാക്കണേ നാണമില്ലാത്ത നീ ആരെ കിട്ടാ സാവേജിന്? നീ സാവേജിന് എത്ര കൊടുത്തത് നീ? കാന്താരി 2000 കാന്താരി കൊടുക്ക. നിനക്ക് കൊടുക്കണോ കാന്താരി? നിനക്ക് ചൂപ്പാ കാന്താരി. നീ സ്കൂളിൽ പച്ചാൻ പോണല്ലേ? നീ സ്കൂളില് കഞ്ചാവ് വിളിക്കണല്ലേ ഈ പരിപാടി? അറിഞ്ഞൂടല്ലേ? അതെ നീയൊക്കെ കോടതി കയറുമ്പോ പഠിക്കും. ശിവന്റെ കാമുകി 30 കോടിയാ? അപ്പാവുടെ മകനെ ഇങ്ങ വാടാ ചൂപ്പാ. നിന്റെ കയ്യിൽ കാശില്ലല്ലേ? ഇല്ല അല്ലേടാ? നീ എൻകിട്ട കള്ള സ്വന്നല്ലേ? നീ എന്നോട് കള്ളം പറയുന്നടാ പട്ടി. 30 lakhs ഞാന് കുറച്ച് നാളെ ഞാന് ഇനിയും നിന്റെ എലിയും എല്ലാം കൂടി സ്കൂളിൽ കിടന്ന കഴിഞ്ഞാടും അല്ലേ? 30 കോടി. 30 കോടിയാണ്. എന്നടാ ഇത്? എനിക്ക് 2000 കാന്താരി ചെറുകട തട്ടി വണ്ടി കയറ്റി. വണ്ടി കയറ. ആ പോരാ വണ്ടി ഇറങ്ങിയണ്ടല്ലോ. നീ ഏൻ കിട്ട എന്നോട്ടാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയ സാറേ? ഇത് കേസ് തന്നെ. ഉനക്ക് 2 ഓപ്ഷൻ തരാം. உன்னோட அம்மாக்கு இதுல பங்கு இருக்கா இல்லையா? எஸ் ஆர் நோ? அம்மாக்கு நிறைய இருக்கு பங்கு. நிறைய இருக்கு. நிறைய இருக்குல்ல? எதுல அம்மா தான் காந்தாரி மேடிக்கு சொன்னாங்க. சாவேஜ் மாமாக்கு மட்டும். இங்க இறங்கி வந்து நிதானமா சொல்லு. சொல்லு. பர. அம்மா கிட்ட பர்மிஷன் கேட்டேன். இந்த மாதிரி காந்தாரி பண்ண போறேம்மா. ஆனா இந்த வாட்டி எந்த பிரச்சனையும் இல்லாம பண்றேன். சாவேஜ் மாமாக்கு மட்டும் பண்ணி தரேன்னு சொன்னேன். அப்ப அம்மா பர்மிஷன் கொடுத்தோனே സാവേജ് മാമാവക്ക് മാത്രമല്ലല്ലോ നീ കൊടുക്കുന്നത്. നീ അറിഞ്ഞത് നീ റേഡിയോയില് നിന്റെ റേഡിയോയിൽ ആരൊക്കെ? എലി, റോസ്ലിൻ, പിന്നെ നീ, പിന്നെ നിന്റെ അമ്മ, പിന്നെ ആരൊക്കെ ഉണ്ട്? ആരൊക്കെ വിളിച്ചു വരുത്തിനാണ് കൊടുക്കുന്നത്? அம்மா எதுவுமே பண்ண மாட்டாங்க. அம்மா பண்ண கூடாது சொல்லி திட்டுவாங்க. ஆனா பெரியம்மா தான் எனக்கு டீல் பண்ணி கொடுத்திருக்காங்க 2-3 வாட்டி. പെരിയമ്മ വളർത്താൻ കൊടുത്തതാ ഞാൻ. വളർത്താൻ അവരാധിച്ച് തന്നിട്ടുണ്ടല്ലോ. നിനക്ക് പൊക്കം കൂടിയാ പട്ടി. തോളൂരായല്ലോ എന്റെ. ശരി പെരിയമ്മ. അപ്പൊ പെരിയമ്മ ആണ് നിങ്ങളെല്ലാരും സ്കൂളിന്റെ ഇതില് ഡീൽ ചെയ്യണത് അല്ലേ? ഉനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കാശ് ഫുള്ള് ഞാൻ നിനക്ക് തരും. இந்த കാശ് ഫുള്ള് നിനക്ക് തരും. ഉനക്കുതാ இந்த കാശ് ഫുള്ള് നിന്റെ കാശ് നിനക്ക് തന്നെ. പക്ഷേ നീ വന്ന് ഏൻ കൂടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതേമാതിരി പെരിയമ്മാവ് കിട്ടും മറ്റേ റോസലിന് കിട്ടും കേസ് കൊടുക്കണം. വെയിറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കാശ് ഞാൻ എടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഇതല്ല. രണ്ടാമത്തെ ഓപ്ഷൻ உன்னோட காசு கொடுக்கு. உன்னோட கார் இல்ல, உன்னோட பெருசு காரு 3-4 கார் இருக்குல்ல, அந்த கார் ஃபுல்லா நான் இங்க எடுக்கும்.
ഏത് ഏത് அது உனக்கு ஏது வேணும் வேணாம் அந்த ஆப்ஷன் வேணாம்ப்பா தேர்ட் ஆப்ஷன் கேன்சல் பண்ணு உனக்கு எத்தனை கார் இருக்குடா என்கிட்ட 11 கார் இருக்கு 11 കാറാ അവ 10 പറഞ്ഞേ 11 11 കാറാ എവിടെ ഇവന്റെ ഗാരേജ് என்னோட வேல்யூ மட்டும் 350 சிஆர் வேல்யூ கார் மட்டும் 350 CR. മന്ദാരം ആ പറഞ്ഞേട്ടാ അവൻ அப்பா 150 நான் ட்ரக்ல இப்ப எனக்கு 4 ட்ரக் ஓடுதுப்பா ഫോൺ കൊടുപ്പാ ഗേൾ ഫ്രണ്ട് നമ്പറെല്ലാം ഇருக்கு പ്ലീസ് എടുക്കാറ് എന്റെ വീട്ടിൽ ചുണ്ണി പെണ്ണിനെ വിളിച്ചിട്ട് എനിക്കങ്ങ് സല്ലപിക്കല്ലേ பாருப்பா எனக்கு தாரா லவர் இருக்கு உனக்கு என்ன தெரியும் நான் உன்னை பொண்ணு லவ் பண்றேன் தாரா 888 എടേ ഇത്രയും വളർന്ന ഈ സ്നൈപ്പിന് പോലും ഇത്രയും ബന്ധങ്ങൾ ഇപ്പൊ കാണൂല ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് ചന്ദ്രു പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും റെഡിയല്ലേ இல்ல 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 ഇവനെ വലിച്ചു വണ്ടി കയറ്റവനെ വാ വാ இல்ல അതിന്റെ ഇടയ്ക്ക് അണ്ണാ ഒരു ചായ എന്ന് പറയാൻ നടക്കാണ് ലൊക്കേഷൻ പറയണത് ഡേ ഇത്ര സ്റ്റേഷനിൽ പോയിട്ട് മണി പോലെ അല്ല ഇന്ന് സ്കൂളിൽ ഞാൻ പൂട്ടുമല്ല നിന്റെ அப்பா ஸ்கூல் போட்டு போறியா ആ സ്കൂളിൽ പൂട്ടാ പറയാല്ലേ ഇന്നേക്ക് അവസാനം ലാസ്റ്റ് ഡേ എന്താ പ്രിൻസിപ്പാളിനൊക്കെ തൂക്കിപ്പറക്കിട്ട് ഇരിക്കുമല്ലോ ഇന്ന് வருமா ஸ்கூல் ആടാ. போறாரா ആ ഡാ, റെഡി ഡാ. இது சொல்லப்பா ആ അനുസരണനെ അടിച്ച് ചന്തയെ പൊളിക്കുമല്ലേ ഞാൻ സാറേ പേരിലൊരു പരസ്യം സാർ മാഡം എന്താ സാറാണ് സാർ ഒരു കേസ് ഫയൽ ചെയ്യണമായിരുന്നു സാറേ കേസ് ഫയൽ ചെയ്യണമല്ലോ ആർക്കെതിരെ സാറേ സാറേ ഒരു ബാലവേല സാറേ ചൈൽഡ് ലേബർ സാറേ ഒരു മാഫിയ സംഘത്തിനാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നോക്കുന്നത് ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാൻ എന്തെങ്കിലും ഒപ്പുണ്ടോ ഓ മാർക്കോ സാർ അകത്തുണ്ടോ എടുത്ത് മാറിയിരിക്കാനോ? മാർക്കോ സാർ ഓ ഹലോ സാർ ഹലോ ഹലോ ഇങ്ങ മാർക്കോ ഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി സാർ ഹലോ സാറേ സാറേ ആ ചെറുക്കൻ എടാ തന്തരത്തവനെ ഹലോ സാർ ഒരേ ഫ്രണ്ടിനെ കിഡ്നാപ്പ് ഓടാ സാർ അരിപ്പിടി സാർ അഴുക്കി ചെറുക്കനാണ് തന്തേക്കാൾ മോശം നില്ലടാ അവിടെ നില്ലടാ அப்பா അപ്പന്റെ சரிப்பா எதுவும் பண்ணலப்பா കേറാ സ്റ്റേഷനിൽ കേറാ சரிப்பா ആ ഇങ്ങോട്ട് വാടാ ഓ വന്നല്ലേ ഇങ്ങോട്ട് കൂടെ വാടാ ഇതെന്റെ അഡോപ്റ്റഡ് സൺ ആണ് അഡോപ്റ്റഡ് സൺ അല്ലേ എന്റെ സൺ തന്നെയാണ് എന്റെ മോനെ அடாப்டனா അഡോപ്ഷൻ എന്തിനാ അഡോപ്ഷൻ ആര് അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഡോപ്ഷൻ ആ சரிப்பா സാർ പറഞ്ഞോ സാർ അതെന്റെ മകൻ സൂര്യ ബോസ് സാർ ഞാൻ കുറച്ച് നാൾ ആളെ ഒരു സ്കൂളിൽ ചേർത്തായിരുന്നു സാറേ ആള് പഠിത്തത്തിലൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് പിന്നെ ആളുടെ പ്രൊഫൈൽ വിദ്യാലയത്തിലായിരിക്കും എലി വിദ്യാലയം സാറേ അവിടെ തന്നെ സാർ അതുപോലത്തെ ഒരു അപരാധി വിദ്യാലയം ഈ സത്യം പറഞ്ഞ സാർ അതൊരു എലി അത് അപരാധി വിദ്യാലയം എന്ന് ഞാൻ പറയാൻ കാരണം സാറേ എൻ്റെ ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ പാവം കൊച്ചിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് സാറേ ഇവനെ കൊണ്ട് കഞ്ചാവും സാറേ സാറേ എട്ടും പൊട്ടും തിരിയാത്ത ഈ പൊട്ടനായ എന്റെ മോനെ കൊണ്ട് ഇവര് ചെയ്യിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ സാറേ സംഭാരം സാറേ ഇല്ലീഗൽ സംഭാര വിൽപ്പന 1 எங்க அப்பா தான் பிடி சார் அங்க സാറേ മണി ലാണ്ടർ அப்பா நீ தானப்பா பிடி சார் சொல்லு എന്ത് പി ടി സാറായിട്ട് ജോയിൻ ചെയ്യുന്ന വിചാരിച്ച് അവിടെ പി ടി അല്ല സാറേ അച്ഛാ പി ടി അല്ലാണ്ട് പിന്നെ മറ്റേ പാർക്കിംഗ് പോയിരിക്കാൻ പറ്റുവാടാ ആ സാർ അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാറേ ഈ ചെറുക്കനെ കൊണ്ട് അവർ കഞ്ചാവ് ഇതൊക്കെയാണ് വിൽപ്പിക്കുന്നത് സാറേ അതിന് നമുക്ക് സാക്ഷികളുണ്ട് പ്രൂഫുണ്ട് സാറേ ഈ ചെറുക്കൻ്റെ 30 കോടി സാറേ 30 കോടി എൻ്റെ വീട്ടിൽ എടുത്തോണ്ട് പോയ 30 കോടി സാർ അതായത് ഇവനെ സാറേ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായ എലി അവര് ഇവന്റെ അടുത്ത് പോയി പറയും അച്ഛന്റെ കയ്യിൽ നിന്ന് കാശെടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ മറ്റേ വീട്ടിൽ നിന്ന് പോയി കാശെടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക സാറേ എന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം 30 കോടി അവൻ എടുത്തോണ്ട് പോയത് കയ്യിരുന്ന് ഒരു മിനിറ്റ് സാറിന്റെ പേര് ചന്ദ്രൻ അല്ലേ അതെ കൊച്ചിന്റെ 50-80 കോടി കണ്ട് കൊച്ചിന്റെ സാറേ ഇതേപോലത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് 80 കോടിയാണ്
ഓ സാറെങ്കിലും അത് അറിയാൻ സ്വിച്ചിങ് ടു 1.2 സിറ്റിസൺ റഷ്യൻ. അറിയാന്നുള്ള ഒരു സാറെങ്കിലും ഉണ്ടായിരുന്നല്ലോ, വലിയ കാര്യം. ഇപ്പോൾ ഇതാണ് സാറേ സ്കൂള് അടപ്പിക്കുന്ന സാറേ. സാറേ ഈ സ്കൂളിനെതിരെ കുറേ കേസുകളായി സാറേ. ഇതിപ്പം സാറേ ഇത് ഇരിക്കുന്നല്ല, രാവിലെ തന്നെ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന തോന്നുന്നത്. കണ്ണ ചോദിച്ചിരിക്കുന്നു ചോദിച്ചക്കാരന്. സൂര്യ ബോസ്, இது உன்னோட அப்பா சொல்றதுல ஏதாவது உண்மை இருக்கா? உங்ககிட்ட இருந்து நான் இதுக்கு முன்னாடியும் 2-3 ஐட்டம்ஸ் பிடிச்சதுக்கு உனக்கு என்ன தெரியும்? இல்லன்னா പിടിച്ചിട്ടുണ്ട് ഒരു 2 വട്ടം പിടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വേറെ കാര്യം പറയട്ടെ, താങ്കളാണ് ഈ പയ്യന്റെ അച്ഛനല്ലേ? അതെ അതെ. ഇപ്പം ഈ എൽവിദ്യാലയിൽ താങ്കൾ തന്നെ നിന്ന് താങ്കളുടെ മകനെ ഒരു ബാറ്റ് കൊടുത്തിട്ട് സൗത്ത് എന്നൊന്നും പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി സാറ് ബാറ്റ് കൊടുത്ത ഓർമ്മയുണ്ടോ? ഇല്ല. എന്റെ തെളിവുണ്ട്, ഐ ഹാവ് ഫോട്ടോസ്. സാറ് ബാറ്റ് ക്രിക്കറ്റ് കളിക്കാൻ വെച്ച് കൊടുത്താണ് ചോദിച്ചപ്പം. അല്ലല്ല, ആ ബാറ്റ് കൊടുത്തിട്ട് അവനെ അടിക്കണമെന്നാണ് പറഞ്ഞത്. ആരാണ് ദൃസാക്ഷി സാറേ? ഞാനിപ്പോ ഒരു കേസ് ഫയൽ വന്നപ്പോ ദൃസാക്ഷിയാ. അല്ല, എനിക്ക് മനസ്സിലായി. പിന്നെ ആ കേസ് ഞാൻ കളഞ്ഞാണ്. കാര്യം കൊച്ചു പയ്യനാണ്, ഭാവി കളയണമെന്ന് പറഞ്ഞു. ഇപ്പൊ സൂര്യബോസിനെതിരെ ഇഷ്ടംപോലെ കംപ്ലൈന്റ്സ് ആയി. സാറേ സൂര്യബോസിനെക്കാട്ടിലും സാറേ ഞാൻ പറഞ്ഞ കാര്യം ഈ എലി അവിടുത്തെ പ്രിൻസിപ്പൾ എലി എന്ന് പറഞ്ഞ ആള് കുറച്ചു നേരത്തെ വരെ ഇവന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇവന് എന്തോ കൊടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ ഇവൻ കേൾക്കുന്നില്ല. ആ എലി എന്ന് പറഞ്ഞാൽ അവര് പറയുന്നതാണ് ഇവൻ കേൾക്കുന്നത് കൂടുതലും. എന്തിനാണ് സാറേ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞ സ്റ്റുഡന്റിനെ കൊണ്ട് ഊര് മൊത്തം ചുറ്റുന്നത്? എടേ ഒന്ന് വിളിയൊന്ന്. എന്റെ ആരൊക്കെയാ ഫോണ് ഞാൻ ഉണ്ടാക്കിക്കോളാം കേട്ടോ. അല്ല ഹലോ, ஐடி வந்து 306. எதுக்காக? ஐடி 306 ஃபோன் தான். பெரியம்மாக்கு ஃபோன் பண்றேன். போச்சா? കാശ് ഒന്നുമില്ല. ഉങ്ങളോട് ഒരു റേഡിയോ ഇറക്കല്ലേ 506 എത്രയായിരുന്നു സ്കൂളിന്റെ PTA? അന്ന് ഈ പറയുന്ന സെയിം റേഡിയോയിലാണ് കഞ്ചാവ് വിൽപ്പന അല്ലെ സംഭാരം വിൽപ്പന. സാറേ പയ്യ ഓട്, സാറേ പയ്യ ഓട്, സാറേ 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 ആ പയ്യന കേൾക്കണല്ലേ? പിടിയുടെ ലോബിയില ഓടിട്ട് കൊച്ചു പയ്യനില്ലേ, പുറത്തോട്ട് വിടല്ലേ അവനാ? அப்பா பெரியம்மா வந்து டவுன் ஆயிச்சா 2 மினிட்ஸ்ல வருவாங்க. അതാണ് പ്രിൻസിപ്പൽ ഡൗൺ ആയെന്ന് സാറേ കേട്ടോ. ഡൗൺ സ്കൂള് തുറന്ന് പിള്ളേർക്ക് കഞ്ഞിയും കൊടുത്ത് 4 അക്ഷരം പഠിപ്പിച്ചിരിക്കേണ്ട പ്രിൻസിപ്പൾ ഡൗൺ ആണെന്ന്. എന്തൊക്കെ அவங்களுக்கு உடம்பு சரியாம போயிட்டாங்க, வந்துருவாங்க. ഒരു കാര്യം ചെയ്യുന്ന സാർ ഒന്ന് എലി വിദ്യാലയത്തിൽ നിന്ന് പഠിപ്പിക്കാവുന്നത്? അല്ല സാർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ട ഇംപ്രസ് ആയി. ഞാൻ ഒരു ദിവസം അവിടെ പോയി എന്നിട്ട് തിരിച്ചറിഞ്ഞപ്പോ എന്റെ കയ്യിൽ അവിടെ ഞാൻ ബാക്ക് നോക്കിയപ്പോ ഫുള്ള് കഞ്ചാവ് ചെടിയൊക്കെ. സാറേ സത്യം പറഞ്ഞ എന്റെ മോൻ എനിക്ക് ആ കഞ്ചാവ് ചെടി കാണിച്ചു തന്നത് മറ്റേ ആ കണ്ണാപ്പി ഉണ്ടല്ലോ, പുള്ളി ഒരു വൃത്തിട്ട മനസ്സും അല്ലെങ്കിൽ ഇഷ്ടം പോലെ വൃത്തിട്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെങ്കിലും പിള്ളേർക്കെതിരെയൊക്കെ പുള്ളി നീറ്റാണ്. അതെ അതെ സാറേ, എന്റെ കൊച്ചിന് നിരപരാധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ
ഇവനെ ഇതിന്ന് സാറേ കൊച്ചു പയ്യനുണ്ട് സാറിന് അറിയില്ല എത്ര വയസ്സുണ്ട് അവന്? 5-6 വയസ്സ് കാണും. 7 വയസ്സല്ലേ? ആ 7 വയസ്സ്. അതാണ് സാറേ 7 വയസ്സ്. സാറേ ഈ 7 വയസ്സുള്ള ചെറുക്കൻ എന്ത് ചെയ്യാനാ സാറേ? അവനെ കൂടെ ചെയ്യിപ്പിക്കുന്നതല്ല സാറേ. ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ കുഴപ്പമാണ് സാറേ. ഇവൻ എനിക്ക് ചില ദിവസങ്ങളിൽ വീട്ടിൽ പോലും കാണാൻ പറ്റുന്നുണ്ട് സാർ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവരൊന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. ഇവന് മുട്ടായി കൊടുത്ത് എന്ത് മുട്ടായി കൊടുത്തിട്ടാണെന്ന് അറിഞ്ഞൂടെ ഇവനങ്ങ് പോകുന്നേ അവരുടെ കൂടെ. சூர்யா எனக்கு இப்போ சர்ச் பண்ண முடியுமா? ഒന്ന് സ്റ്റാൻഡ് பண்ணுமா? எங்க அப்பாவே என்ன சர்ச் பண்ணி தான் கூட்டி வந்தாரு. ഓക്കേ. സാറേ ഇല്ല കയ്യിലൊന്നുമില്ല സാറേ. സേഫായിട്ട് എവിടെ മാറ്റി വെച്ചിട്ടാണ് വന്നത്. അവന്റെ വീട് പോയി കുത്തി പൊളിക്കണം അതിന്. ஏய் சூரிய போஸ்க்கு எவ்வளவு வண்டி இருக்கு உன்னோட பேர்ல? ഒരു 11 ഉണ്ട് என்கிட்ட സാറേ. வண்டி இல்ல. 11 വണ്ടി 11 വണ്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 11 ഉണ്ട് സാർ. ஓகே. நீ என்ன பண்ணிட்டு எவ்வளவு பைசா உன்கிட்ட எனக்கு வந்து எல்லாரும் gift கொடுப்பாங்க. സാറേ കൊച്ചു പയ്യനാണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അത് അവന്റെ നല്ല സ്വഭാവം കണ്ടിട്ട് பைசா கொடுத்தாங்க. பைசா பாக்கெட் மணி. அப்பா பாக்கெட் மணி கொடுத்தாரு. இப்போ உன்கிட்ட எவ்வளவு காசு இருக்கு? இப்போ 33 CR இருக்கு. பெட்ரோல் பங்க் இருக்கு என் பேர்ல. ராயம்மா கொடுத்திருக்காரு. அந்த பெட்ரோல் பம்ப് എനിക്ക് കാണാൻ പറ്റുമോ? இருக்குப்பா. மிரர் பார்க்ல இருக்கு. அதுல லாபம் வருது. നീ അതില് എന്താ ചെയ്യണ പെട്രോൾ പമ്പില്? பிசினஸ்மேன் பா. நம்ம பேர்ல தான் இருக்கு. நான் எதுவும் பண்ண மாட்டேன். அங்க சும்மா மேனேஜ் பண்ணுவேன். എவ்வளോ വയസ്സ് എനക്ക്? ഒരു സെക്കൻഡ് മന്ദാരം എന്താ താങ്കളുടെ ജോലി? എന്റെ ജോലി രാവിലെ വരുന്ന മുതുക്കി വെക്കുന്നു. പിന്നെ പണിയില്ല. അവൻ പറഞ്ഞേട്ടാ പെട്രോൾ ബങ്ക് അൺഎംപ്ലോയ്ഡ് ഫെലോ. പണി എന്തായിരുന്നു? ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ഞാൻ ബിസിനസ് ആണ്. അണ്ടി ഫാക്ടറി ഉണ്ട് സ്വന്തമായിട്ട്. അങ്ങനെയാണ് എനിക്ക് പൊട്ടല കൃഷി ഉണ്ടല്ലോ പൊട്ടല എന്ത്? തമിഴ്നാട്ടില്. തമിഴ്നാട്ടിൽ മറ്റേ ആണ്ടിക്കാട്ടില്. അണ്ടിക്കാട്ടില്ല? അണ്ടിക്കാട്ടിലെ പൊട്ടന്റെ കൃഷിയാ? വിശ്വസനീയമായിട്ടുള്ള കാര്യമാണല്ലോ പറയണേ. അണ്ടിക്കാട്ടിലെ പൊട്ടന്റെ കൃഷിയെന്ന് നമ്മളിത് വെള്ളം തടാതെ വീഴണം. ഹലുവയൊക്കെ ഉണ്ട്. உன்னோட அம்மா இருக்கா? அம்மா இல்ல, எங்கயோ போயிருக்காங்க. அப்பாக்கு தான் தெரியும். യുദ്ധ ഭൂമി കൂട്ടി പോരാ അപ്പ അപ്പ. സാറേ അത് പുള്ളിക്കാരത്തി ഒരു തൈ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഓസ്ട്രേലിയയില്. ഒരു പ്രത്യേകതരം മാവിന്റെ തൈ. பெரியம்மா போலீஸ் ஸ்டேஷன் வா. அப்பா விളിக்கறாங்க. போலீஸ் விളിக்கறாங்க. வா. ശരിയാ കഴിവറിയ സ്തോത്രം. വോയിസ് ബ്രേക്ക് എനിക്ക് മാത്രമാണോ നിങ്ങൾക്ക് ഉണ്ടാ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ? കാര്യം ശ്രദ്ധിച്ചാ എനിക്ക് പെരിയമ്മയാണ് വലിയ കാര്യം. എനിക്ക് നീ അകത്ത് നിൽക്കുന്നുണ്ടോ പുറത്തോട്ട് നിന്നാലോ? സാറേ അകത്ത് പ്രശ്നമല്ല, പുറത്താണ് പ്രശ്നം. ഇല്ല പുറത്ത് അത് വരും. പുറത്തുനിന്നാലും വരും. അപ്പൊ സൂര്യ സത്യം പറയണ അത് നമ്മള് വേറെ സ്കൂൾ അടപ്പിക്കുന്ന അത് ഏതാണ് നിനക്ക് ബെറ്റർ ആയിട്ട് തോന്നണേ സൂര്യ? അല്ല എന്നാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ചിലപ്പോ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ അല്ലേ സാറേ? നിന്റെ പുറകില എനിക്കെതിരെ കേസൊന്നുമില്ല, അപ്പം ജയിൽ ടൈം ഉണ്ടാവത്തില്ല. അല്ല സാറേ എനിക്ക് കേസ് കേസില്ല. സ്കൂൾ അടച്ചാൽ മതി. അല്ല ഡൊമിറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെഷൻ എടുക്കുന്ന ഒരാളുണ്ട്. പുള്ളി വന്ന് വലിയ അടുത്തൊന്ന് സംസാരിക്കും. അപ്പൊ നന്നാവേണ്ടതാണ്. ഓക്കെ. റീഹാബിലിറ്റേഷൻ സെന്റർ പോലെ അല്ലേ സാറേ? എന്താ കേട്ടില്ല? എന്നാ ഹലോ
സൂര്യ എന്നെ സാറിനെ ഫുള്ള് പോയല്ലേ. ഇല്ല എനിക്ക് കേൾക്കാം സാറേ. ഇത് ഈ പ്രശ്നം ഇന്നലെ കൊണ്ടായിരുന്നാ? ഇന്ന് മാത്രമല്ലേ ഇത്? ഉണ്ട് ഇല്ല ഇരട്ടക്കേട്ടുണ്ട്. இருக்கும்பா ഉം. நீ வந்து ஒன்னும் பெருசா இருக்கும் സൂര്യ, ഈഗിൾ ഒന്നാടേ ഇതറിഞ്ഞത്. உனக்கு ஏதாவது தெரியும்னா இப்ப சொல்லு. எனக்கு எதுவுமே உனக்கு தெரியாது சூர்யா, உனக்கு இப்பம் அந்த பிசினஸ் பண்ணி பைசா கிடைச்சிட்டு தான் இருக்கு. உனக்கு ஏதாவது நீ சிகரெட் ஸ்மோக் பண்ணுமா? இல்ல கஞ்சா அடிக்கோ? அப்பா என்னப்பா இது അല്ല അത് ചോദ്യം ബദൽ അല്ലല്ല അത് ചുമ്മാ ചോദ്യം കേക്കറ അത് അവർക്ക് இல்ல അല്ല സാറേ അപ്പുറത്തെ അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല സാർ. അങ്ങനെ സ്വഭാവം ഒന്നുമില്ല ആൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ ഒരാൾ പുറകെ പുഷ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. அப்படின்னா உனக்கு கொஞ்சம் கார் வாங்கிக்கணும், கொஞ்சம் ஜோலியா ஜீவிக்கணும். அதுக்காக உள்ள பிசினஸ் உனக்கு இப்பதான் இருக்கு. அதுக்கு மேல ஏதாவது வேணும்னா உன்னோட அப்பா உன்ன ஹெல்ப் பண்ணும். அவர்தானே நல்லா பண்ணுவாரு ஹெல்ப். പണ്ടും അതാണല്ലോ ചന്ദ്രു. മന്ദാരം അവനെ പിതുക്കി വിടും അവനെ. ചന്ദ്രൻ കൊച്ചു കൊച്ചല്ലേ. ഇപ്പൊ കൂടെ എലി വിദ്യാലയത്തിന് 20 കോടിയാ ഫീസ് കൊടുത്തത് ചന്ദ്രു. 20 കോടി സാർ ഞാൻ കൊണ്ട് എറിഞ്ഞു കൊടുത്തത് ചെറുക്കനെ പഠിപ്പിക്കാൻ. എവൻ വല്ല അറിയുന്നുണ്ടാ? എവന്റെ അടുത്ത് അവര് പറയുന്നത് നിന്റെ അപ്പ 5 പൈസ തന്നില്ല, ഞാൻ ചുമ്മാ നീ ഇവിടെ പഠിക്കുന്നത്. மீட்டிங் ரூம் வாங்க மீட்டிங் ரூம் റെസിപ്റ്റ് തന്നില്ല സാറേ. എല്ലാം ഓൺലൈൻ എല്ലാം അറിയാല്ലേ ഈ സൂര്യക്ക്. വന്ന് ചില ഇന്റർവ്യൂഷൻ റൂം അവിടെ നിന്ന് വെച്ച് നോക്ക്, നേരെ കൊണ്ടുപോകും. അവരല്ലേ ഇപ്പൊ പുറത്തോട്ട് പോയത്? ലൊക്കേഷൻ 1020. ആരൊക്കെ മരിച്ചെന്നാണ് സാറേ നിങ്ങളുടെ കൂടെ ഉള്ളത്? നമ്മള് പറഞ്ഞ ഡ്രസ് മാറി പറടാ. പ്രശ്നം എന്തൊരു പ്രശ്നം എടാ, അക്കൗണ്ട് നോക്കി കളിക്കടാ. അത്രേ ഉള്ളു. കുറച്ച് ആൾക്കാരെ എന്തോ വേണമെന്നേ. ആരേ ബാക്കിയുള്ളത് കേറാൻ പറ സാറേ. ഈ കേസ് നമുക്ക് കുറച്ച് നോക്കിയാ മതി സാറേ. അപ്പോഴത്തേക്ക് നമ്മളെല്ലാരും കൂടി ഇതായിട്ട്